ബീഹാറിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഇരട്ട സർക്കാരാണ് പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒന്നടങ്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഇരട്ട എഞ്ചിനുകളോടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് താല്പര്യം. അത് ബീഹാറിലെ ജനങ്ങൾക്കും എന്നതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ തടുക്കാൻ ഇതല്ല രാഷ്ട്രീയ തന്ത്രമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കേണ്ടതായി വരും. ബീഹാറിൽ മാത്രമല്ല ബി ജെ പിയുടെ തേരോട്ടം ജമ്മു കാശ്മീരിലുമുണ്ട്. ദേവായിനി റാണ നഗോട്ട അസംബ്ലി ബൈ ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി വരികയാണ്. ജമ്മു കാശ്മീരിൽ നടന്ന ബൈ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. നമുക്കറിയാം കാശ്മീർ മുമ്പത്തെ പോലെ സമാധാനപരമല്ല, കാശ്മീരിനെ സമാധാനത്തിലേക്ക് നയിച്ചു എന്നതായിരുന്നു BJPയുടെ അവകാശവാദമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല പൂർണ്ണമായും എന്നത് നമുക്കറിയാം. ഒരു ഭീകരവാദ ആക്രമണം കൂടി നടന്ന സാഹചര്യമുണ്ട്. ഈ വർഷത്തെ രണ്ടാമത്തെ ഭീകരാക്രമണമാണ് നടന്നത്. ആ ഘട്ടത്തിലും BJPയിൽ വിശ്വാസം അർപ്പിക്കുന്നു ജനങ്ങൾ എന്നതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് വരുന്ന ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇതാ വരുന്നുണ്ട്. BJPയുടെ ആഘോഷവും അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP പതാകകൾ ഉയർത്തി. ഇനി അറിയേണ്ടത് അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടോ എന്നാണ് രേണുക. കാരണം മധുരം വിതരണം ചെയ്തുകൊള്ളൂ, ആഘോഷിച്ചുകൊള്ളൂ, വാദ്യവൃന്ദങ്ങളോടുകൂടി നിങ്ങൾ ആഘോഷിക്കൂ, പക്ഷെ പടക്കം പൊട്ടിക്കേണ്ടതില്ല എന്ന് പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതവർ അനുസരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയണം. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിജയം തന്നെയാണ്. അവിടെ ഒരു ഗായികയടക്കം മത്സരിപ്പിച്ചുകൊണ്ട് യുവത്വത്തെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക അടക്കം പുറത്തിറക്കിയിരുന്നു. യുവാക്കൾക്കും പ്രായമായവർക്കും അനുഭവ സമ്പത്തുള്ളവർക്കുമെല്ലാം തുല്യമായ പരിഗണന നൽകുന്നു എന്നുള്ളതായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് BJP ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പ്രതിഫലനം, അതായത് യുവാക്കളെയും അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ളവരെയും ഒക്കെ ബീഹാർ ഇപ്പോഴും ആവർത്തിച്ച് തെരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. 193 എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ NDAയുടെ മേൽക്കൈ എന്നതാണ്. 193 മണ്ഡലങ്ങളിൽ NDA ഇപ്പോൾ മേൽക്കൈ പുലർത്തുകയാണ്, മുന്നിട്ട് നിൽക്കുകയാണ്. മറിച്ച് മഹാഗഠബന്ധൻ 46ലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് അങ്ങേയറ്റം മോശമായ പ്രകടനം എന്ന് തന്നെ വേണം മഹാഗഠബന്ധനെ വിശേഷിപ്പിക്കാൻ. 85 സീറ്റുകളുമായി ഇപ്പോഴും BJP തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തേരോട്ടം തുടരുകയാണ് രേണുക. 33ലേക്കാണ് RJD വീണുപോയിരിക്കുന്നത്. കോൺഗ്രസ് 5ലേക്ക് ചുരുങ്ങുന്നു. ഇടത് പാർട്ടികൾ 8 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ മിനിസ്റ്റർ ബേബി റാണി മൗര്യയോട് ഈ തെരഞ്ഞെടുപ്പ് ലീഡ് സംബന്ധിച്ചുള്ള പ്രതികരണം തേടിയപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ വിജയം എന്ന ഒരു പ്രതികരണം വരുന്നു. ആരാണ് ബീഹാറിലെ യഥാർത്ഥ വിന്നർ എന്ന ഒരു ചോദ്യം ഇനി വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. അത് 10 റാലികളിൽ ബീഹാറിന് വേണ്ടി പ്രസംഗിച്ച 10ലധികം റാലികളിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളോടടുത്ത് എത്തിയ നരേന്ദ്രമോദിയാണോ അതോ നിതീഷ് കുമാർ ആണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി അവിടെ ഉയരുന്നു. 2 നേതാക്കൾ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പാണ്. BJPയെ സംബന്ധിച്ച് അവർക്ക് 80ലധികം സീറ്റുകൾ ഉറപ്പിക്കാനാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് മോദിയുടെ വിജയമാണോ നിതീഷിന്റെ വിജയമാണോ ബീഹാറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അന്തിമമാകുമ്പോഴായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് 400+ എന്ന ഒരു നിലയിലേക്ക് എത്താനാകാതിരുന്നത്, തനിച്ച് കേവല ഭൂരിപക്ഷം നേടാതിരുന്നത് മോദി പ്രഭാവം മങ്ങുന്നതിന്റെ സൂചനയായി അടയാളപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഒഴികെ എല്ലായിടത്തും BJPക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നത് BJPയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഈ മോദി പ്രഭാവം മങ്ങിയിട്ടില്ല എന്നതിന്റെ അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രി ഒരുപക്ഷെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും സീമാഞ്ചൽ മേഖലയിൽ ഇപ്പോഴും ഒവൈസിയുടെ സാന്നിധ്യമുണ്ട്. ഒവൈസിക്ക് കരുത്തുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട്. ഒവൈസിയുടെ മുന്നേറ്റം ഇപ്പോഴുമുണ്ട്. 4 സീറ്റുകളിൽ ഒവൈസിയുടെ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അത് 5 സീറ്റുകളിൽ ആയിരുന്നു. എന്തായാലും വളരെ കൃത്യമായി NDA തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ആ തന്ത്രങ്ങൾ ഒന്നടങ്കം വിജയിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. ഓരോ മേഖലകളെയും തിരിച്ചുകൊണ്ട് അവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് ഉൾപ്പെടെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ കിരൺ ബാബുവിലേക്ക് പോവുകയാണെങ്കിൽ, കിരൺ, ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ വിജയം എന്നതുകൂടിയാണല്ലോ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിലിപ്പോൾ നമുക്ക് റീജിയനുകളിലേക്ക് പോയാൽ ഒരു പക്ഷേ മഗധ് മേഖല നമുക്ക് പരിശോധിക്കാൻ പറ്റും.
2020 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായി മുന്നേറ്റം നടത്താൻ NDAക്ക് സാധിച്ചിരുന്നില്ല മഗധ് എന്ന മേഖലയിൽ. അവിടെയാണ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നാഗമണിയെ എത്തിച്ചുകൊണ്ട് IPS മുൻ ഓഫീസറായ ആനന്ദ് മിശ്രയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭൂമിഹാർ സമുദായ നേതാവായിട്ടുള്ള അശുതോഷിനെ എത്തിച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു BJP. എങ്ങനെ മഗധ എന്ന് പറയുന്ന മേഖല പിടിച്ചെടുക്കാം, അവിടെ കൂടുതൽ വേരോട്ടമുണ്ടാക്കാം. ഇങ്ങനെ ഓരോ റീജിയനുകളിലും കൃത്യമായി ഹോംവർക്കുകൾ നടത്തി അവിടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ഭൂപ്രദേശത്തെ ജനങ്ങളെ കയ്യിലാക്കുക അല്ലെങ്കിൽ ഒപ്പം നിർത്തുക, അങ്ങനെയുള്ള ചില പോളിസികൾ, തന്ത്രങ്ങൾ BJP മെനഞ്ഞിരുന്നു. അതെങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ റീജിയനിൽ പോയാൽ നമുക്ക് മഗധയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. കിരൺ. അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ ഒരേപോലെ അതിവിദഗ്ധരായ രണ്ടുപേർ. ഒന്ന് അത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന് ബീഹാറിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ നിതീഷിനോളം വൈദഗ്ധ്യമുള്ള മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. മറ്റൊന്ന് BJP ആണ്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ആ തരത്തിലേക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഓരോ മേഖലയിൽ ജാതി മത കണക്കുകൾ തിരിച്ചും ഓരോ മേഖലയിലെ സ്വാധീനം, ആ മേഖലയിലെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ, ഇതെല്ലാം തിരിച്ച് കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് എന്ത് പരിഹാരം വേണമെന്ന് അടുത്ത 5 വർഷത്തിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വളരെ മുൻകൂട്ടി തന്നെ ആ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന BJP എന്നൊരു പാർട്ടിയും ബീഹാറിനെ സംബന്ധിച്ച് ബീഹാറിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് പൊളിറ്റിക്സ് അടക്കം ഏറ്റവും കൃത്യമായി അറിയാവുന്ന നിതീഷ് കുമാർ എന്നൊരു നേതാവിൻ്റെ തന്ത്രജ്ഞത, ഇത് രണ്ടും കൂടി ചേർന്നതോടുകൂടിയാണ് NDAക്ക് വലിയ വിജയം എന്ന് കാണാം. നമുക്ക് ഈ നേരത്തെ അഭിലാഷ് ചോദിച്ച പോലെ മഗധയുടെ ഒരു കണക്ക് കൂടി കണ്ടാൽ നമുക്ക് ആ കാര്യം എങ്ങനെയാണ്, എത്രത്തോളം വലിയ വിജയമാണ് BJP നേടിയെടുത്തത്, എങ്ങനെയാണ് അവർക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് BJPയും JDUവും ചേർന്ന് അത് തിരിച്ചു പിടിച്ചത് എന്നതുകൂടി നമുക്ക് നോക്കാം. ഈ മഗധ മേഖലയുടെ കണക്ക് ഇതാണ്. ഇത് നമുക്ക് 2025 കണക്കിൽ നിന്ന് 2020 കണക്കിൽ തുടങ്ങുന്നതായിരിക്കും എളുപ്പം. 2020 കണക്ക് മഗധ മേഖലയിലും ഭോജ്പൂരിലുമാണ്. ഈ രണ്ട് മേഖലയിലാണ് പ്രധാനമായും മഹാഗഠബന്ധന് വലിയ വിജയമുണ്ടായത്. അതിൽ മഗധയുടെ കണക്ക് ഇങ്ങനെയാണ്. മഗധയിൽ കഴിഞ്ഞ തവണ ഉണ്ടായാൽ NDAക്ക് 17 സീറ്റ് കിട്ടുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 30 സീറ്റാണ് ലഭിച്ചത്. ഇന്ത്യ മുന്നണിക്ക് 39% വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണത് എന്നത് ആലോചിക്കണം. അവിടെ നേരെ പകുതി മാത്രമാണ് ഇവർക്കുള്ളത്, NDAക്കുള്ളത്. അന്ന് ഇന്ത്യ മുന്നണി തന്നെ RJDക്ക് 22 സീറ്റാണ് അവിടെ ലഭിച്ചത്. CPIMLന് 4, കോൺഗ്രസിന് 4, CPIക്കും ഇല്ല. ഇതായിരുന്നു മഗധ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം, ഇടതുപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു സ്ഥലം, പ്രത്യേകിച്ച് യാദവ് വോട്ടുകൾ, പിന്നാക്ക വോട്ടുകൾ നിർണായകമായ ഒരു സ്ഥലം. അങ്ങനെ RJDയുടെ പരമ്പരാഗതമായി തന്നെ RJDയുടെ ഒരു ശക്തി കേന്ദ്രവും ഒക്കെയാണ് ഈ മഗധ മേഖല എന്ന് പറയുന്നത്. അവിടെ വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. ഇത് 2020 കണക്കാണെങ്കിൽ ഇത് നമുക്ക് 2025 നിലവിലുള്ള കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. നിലവിലുള്ള കണക്കിലേക്ക് എത്തുമ്പോൾ മഗധ മേഖല എത്തുന്നത് ഇങ്ങനെയാണ്. ഇതാണ് മഗധ മേഖലയിലെ നിലവിലെ കണക്ക്. ഈ NDAക്ക് 35, ഇന്ത്യ മുന്നണിക്ക് 12, 18 സീറ്റുകളാണ് RJDയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഇടതു പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്ന്, വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് BJPയും JDUവും ചേർന്ന് പിടിച്ചെടുത്തത്. ഈ മട്ടിലാണ് അവർ ഓരോ സ്ഥലത്തും അങ്ങനെ വോട്ട് പിടിച്ചെടുത്തതെന്ന് കൃത്യമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് 5 സീറ്റിൻ്റെ നേട്ടമുണ്ടായി, അവിടെ JDUവിനും 5 സീറ്റിൻ്റെ നേട്ടമുണ്ടാകുന്നു. HAMSൻ്റെ കൂടെ നിൽക്കുമ്പോൾ HAMSന് അവിടെ 2 സീറ്റ് നേട്ടം HAMSന് ഉണ്ടാകുന്നു. ഇതാണ് മഗധ മേഖലയുടെ ചിത്രം. ഇതോടൊപ്പം